എല്ലാവർക്കും അമ്മൂസവിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിലേക്ക് ഒരു സ്പെഷ്യൽ വിഭവമാണ് പരിചയപ്പെടുത്തുന്നത്. കണ്ടല്ലോ, ഇത് ചെമ്മീൻ വറുത്തതൊന്നല്ല കേട്ടോ. ഇത് നമ്മുടെ സമോസ വേറൊരു രൂപത്തിൽ ഉണ്ടാക്കി കാണിക്കുന്നതാണ്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. കുട്ടികൾക്കൊക്കെ അത് വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക, അഭിപ്രായം എന്നെ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാച്ച സബ്സ്ക്രൈബ് ചെയ്യാൻ തീരെ മറക്കണ്ട. അപ്പോൾ അതാ ഇതിനെ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഒരു കപ്പ് മൈദ, ആവശ്യത്തിന് ഉപ്പ്, ഒരു ടേബിൾ സ്പൂൺ ഓയിൽ, ഇതൊക്കെ ഉപയോഗിച്ച് നമ്മൾ ഇത് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കുക. മാവ് ആവശ്യത്തിന് വെള്ളം ഇടയ്ക്കിടയ്ക്ക് കുറേശ്ശെ ഒഴിച്ച് കൊടുത്ത് നമ്മൾ കട്ട കെട്ടാതെ നല്ല മൃദുവായ ഒരു മാവ് കുഴച്ച് വയ്ക്കുക. എന്നിട്ട് അത് അടച്ച് വയ്ക്കുക. അതിലും മുമ്പ് നമ്മളൊരു കാര്യം ചെയ്യാണ്ട്, എന്താണ്, കുറച്ച് പൊട്ടറ്റോ എടുത്ത് വേവിച്ച് വെക്കണം. അത് 2 പൊട്ടറ്റോ എടുത്തുണ്ട് ഞാൻ. അത് വേവിച്ച് ഉടച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില അതെല്ലാം കൂടി ചതച്ച് വെച്ചിട്ടുണ്ട്. അതൊക്കെ കൂടി പൊട്ടറ്റോ വേവിച്ചതിലേക്ക് ഇടുകയാണ്. ആവശ്യത്തിന് ഉപ്പിടുന്നു. പിന്നെ മുളകിൻ്റെ കുത്തിപ്പൊടിച്ചത്, ജീരകം, കുറച്ച് കായപ്പൊടി ഒക്കെ കൂടി കൂട്ടി ചേർത്ത് കുഴച്ചു. അതിനുശേഷം ഞാൻ ഇതൊന്ന് ശരിക്കും ഉരുട്ടിയെടുക്കാൻ പരുവത്തിനാക്കാൻ വേണ്ടി 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചോളപ്പൊടി ഇട്ടിട്ട് ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ കുഴച്ച് വയ്ക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾക്ക് കാര്യങ്ങൾ മാറ്റണമെങ്കിൽ മാറ്റാം കേട്ടോ. ഞാൻ ഇതിലിട്ടത് ഇപ്പോൾ എന്തൊക്കെയാണെന്ന് മനസ്സിലായല്ലോ. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, മല്ലിയില, മുളക് പൊടിയല്ല, മുളക് കുത്തിപ്പിടിച്ചത്. മുളക് പൊടിയാണെങ്കിൽ മുളക് പൊടി എടുക്കാം, അല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സ് ഉപയോഗിക്കാം. പിന്നെ മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ടിട്ടുണ്ട്, ജീരകം ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അത് ഇതാ കട്ട കെട്ടാതെ കുഴച്ചെടുക്കുന്നു. അതിൻ്റെ ഇടയിലൊരു കാര്യം പറയാൻ മറന്നുപോയി. മാവ് കുഴച്ച് വയ്ക്കുമ്പോൾ ഞാൻ അതിൽ കുറച്ച് കരിഞ്ജീരകം ചേർത്തിട്ടുണ്ട് കേട്ടോ. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. ഞാനൊരു 1/2 ടീസ്പൂൺ കരിഞ്ജീരകം ചേർത്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. എന്നിട്ട് ഇതാ കയ്യിൽ ഇത്തിരി ഓയിൽ പറ്റിയിട്ട് ഈ പൊട്ടറ്റോ ഇങ്ങനെ ചെറുതായിട്ട് ഫിംഗർ ഷേപ്പിൽ ചെറുതായിട്ട് ഉരുട്ടി എടുക്കുക. അങ്ങനെ ഇങ്ങനെ വയ്ക്കുക. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ചപ്പാത്തി മാവ് കുഴച്ച് വെച്ചത്, ചപ്പാത്തി മാവല്ല, ഇതിന് വേണ്ടി ഉണ്ടാക്കിക്കണം. മാവ് കുഴച്ചിട്ട് വളരെ കനം കുറഞ്ഞ് പരത്തിയെടുക്കണം. ഇത് വളരെ കനം കുറഞ്ഞ് പരത്തിയിട്ട് അത് പരത്തിയെടുക്കാൻ വേണ്ടി ഞാൻ ലേശം ഓയിൽ ഒഴിച്ചാണ്, ഓയിൽ തടവിയതാണ്. എന്നിട്ട് അത് കനം കുറച്ച് പരത്തുകയാണ്. അത് ഫ്ലോറിൻ്റെതും മാവിൻ്റെതും ഒരേപോലെ ആയ കാരണം നിങ്ങൾക്ക് അത് അത്രയ്ക്ക് ക്ലിയറായി കാണുന്നില്ല എന്ന് തോന്നുന്നു. ഞാനത്ര ശ്രദ്ധിച്ചില്ല. എന്നിട്ട് അത് നമ്മൾ അതിൽ ഈ ഉണ്ടാക്കി വെച്ചേക്കണം പൊട്ടറ്റോ ഫിംഗർ വെച്ചിട്ട് അതിൻ്റെ അളവിൽ മുറിച്ചെടുക്കുക. അധികം നീളം വേണ്ട. എന്നിട്ട് അത് നമ്മൾ വീണ്ടും ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ട് ആദ്യം ഒരു ഹോള് ചുറ്റുക, പൊട്ടറ്റോ വെച്ചിട്ട് ചുറ്റുക. അതിന് ശേഷം മറ്റേത് റിബൺ പോലെ മുറിച്ചെടുത്തിട്ട് ചുറ്റിയെടുക്കുക. അത് വളരെ ഈസിയാണ് ചെയ്യുമ്പോൾ. പക്ഷേ ഇത് ഇപ്പോൾ ഞാൻ പരത്തണ സ്ഥലവും മാവിൻ്റെതും ഒരേപോലെ ആയിട്ട് നിങ്ങൾക്ക് കാണുന്നില്ല എന്ന് തോന്നുന്നു. അത് ഞാൻ ഇനി അടുത്ത പ്രാവശ്യം ചെയ്യുമ്പോൾ ഞാൻ വേറെ പ്രതലത്തിൽ മാവ് പരത്തുന്നതാണ്. ഇപ്രാവശ്യം നിങ്ങൾ ക്ഷമിക്കുക. അപ്പോൾ അതാ ഇങ്ങനെ പരത്തിയെടുക്കുക. അത്രയും കനം കുറഞ്ഞ കാരണമാണ് അത് കാണാത്തത് എന്ന് പറഞ്ഞ പോലെയാണ്. എന്നിട്ട് പൊട്ടറ്റോ ഫിംഗറും വെച്ചിട്ട് നമ്മൾ അത് ഉരുട്ടിയെടുക്കുക. അത് ഉരുട്ടിയെടുക്കുമ്പോൾ നിങ്ങൾ നോക്കിക്കോളൂ ഏത് ഷേപ്പിലാണ് വരണേന്നുള്ളത്. അപ്പോൾ ഫുള്ളായിട്ട് പൊട്ടറ്റോ നമുക്ക് കവർ ചെയ്യാൻ പറ്റും റിബണാക്കി എടുത്തിട്ട്. അതായത് പൊട്ടറ്റോ നമ്മൾ ഉണ്ടാക്കി വെച്ച അതേ രീതിയിലാണ് റിബണാക്കി എടുക്കുന്നത്.
കറക്റ്റ് അതുകൊണ്ടാണ് കവർ ചെയ്യുന്നത്. അങ്ങനെ എല്ലാം ഉരുട്ടിയെടുക്കുക. എന്നിട്ട് നമ്മൾ പിന്നെ എണ്ണ ചൂടാക്കാൻ വയ്ക്കുക. എണ്ണ നല്ല തിളച്ച് വരുമ്പോൾ നല്ല തിളച്ച എണ്ണയ്ക്ക് ഇടണം കേട്ടോ. ഇത് ഓരോന്നോരോന്നായിട്ടിട്ട് നല്ല പോലെ വറുത്തെടുക്കുക. നല്ല ഗോൾഡൻ കളറിൽ വറുത്തെടുക്കുക. മറിച്ചിടണം. നല്ല തിളച്ച എണ്ണയായിരിക്കണം കേട്ടോ. എണ്ണ തിളച്ചില്ലെങ്കിൽ അത് വല്ലാതെ എണ്ണ കുടിക്കും. നല്ല പോലെ ഇതിൽ വല്ലാതെ ഓയിൽ വരും. അപ്പോൾ നമ്മൾ ഓയിൽ നല്ല പോലെ തിളച്ചതിന് ശേഷം മാത്രം ഈ സാധനം ഫ്രൈ ചെയ്യാനുള്ളത് ഇടാൻ പാടുള്ളൂ. എന്നിട്ട് അത് വറുത്ത് കോരി ഒരു പേപ്പറിലേക്കിടുക. അതിന് ശേഷം കഴിക്കുക. കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ഗ്രീൻ ചട്നി ആണെങ്കിൽ വളരെ ടേസ്റ്റായിരിക്കും. ഗ്രീൻ ചട്നി ഉണ്ടാക്കുന്നത് ഞാൻ ഒരു പ്രാവശ്യം കാണിച്ചിരുന്നു. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ലിങ്ക് തരുന്നതാണ്. പിന്നെ സാധാരണ ചട്നി ആയാലും കൂട്ടി കഴിക്കാം, അല്ലെങ്കിൽ ടൊമാറ്റോ സോസ് കൂട്ടി കഴിക്കാം, അല്ലെങ്കിൽ വെറുതെ ചൂടോടുകൂടി കഴിക്കാനും ഇത് വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. വളരെ എളുപ്പമാണ് കാണാൻ. വിചാരിച്ച പോലെ അത്രയധികം കാണുമ്പോൾ തോന്നുന്ന ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക. വൈകുന്നേരത്തെ ഒരു ചായക്കടിക്ക് നല്ല ടേസ്റ്റാണ്. അല്ലെങ്കിൽ സന്ധ്യയ്ക്ക് ടി വി കാണുമ്പോൾ കുറയ്ക്കാൻ അങ്ങനെയൊക്കെ നല്ലൊരു ടേസ്റ്റാണ്. പക്ഷേ എന്നൊന്നും ഉണ്ടാക്കല്ല കേട്ടോ. വല്ലപ്പോഴും ഉണ്ടാക്കിയാൽ മതിയേ. അധികം എണ്ണപ്പലഹാരം കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതല്ല. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇടയ്ക്കൊരു കഷ്ണമൊക്കെ കഴിക്കുന്നത് ടേസ്റ്റല്ലേ. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കണ്ട. പിന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ തിരക്കേടില്ല. അപ്പോൾ ഞാൻ ഇനിയും നിങ്ങൾക്ക് മുമ്പിൽ ഇതുപോലെ പാചകമോ അല്ലെങ്കിൽ വാചകമോ എന്തെങ്കിലുമായിട്ട് നിങ്ങൾക്ക് മുമ്പിൽ എത്തുന്നതാണ്. ചിലപ്പോൾ യാത്രാവിവരണമാവാം, ചിലപ്പോൾ കഥയോ കവിതയോ ഒക്കെ വായിക്കുന്നതായിരിക്കാം. അപ്പോൾ എന്തായാലും നിങ്ങൾ തരുന്ന സ്നേഹത്തിനും സഹകരണത്തിനും ഒരുപാട് നന്ദിയുണ്ട്. എല്ലാവരും ആരോഗ്യത്തോടു കൂടി ഇരിക്കാൻ പ്രാർത്ഥിക്കുന്നു. സന്തോഷത്തോടും ആരോഗ്യത്തോടും കൂടി എല്ലാവരും കണ്ടുമുട്ടാം എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ സസ്നേഹം വിട പറയുന്നു. നിങ്ങളുടെ അമ്മു പിയങ്കോങ്ങാട്ടിൽ. അപ്പോൾ ലൈക്കും കമൻറ്റും തരാൻ തീരെ മടിക്കേണ്ട. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കേണ്ട. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക. വിവരം എന്നെ അറിയിക്കുക. അപ്പോൾ വീണ്ടും കാണാം കേട്ടോ. പുതിയൊരു രൂപമായിട്ട് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ വീണ്ടും എത്തും. അതുവരെ നമസ്കാരം.